ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ നാട്ടിലെല്ലാം കേരളത്തില് പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ തരുന്ന റൗട്ടർ ഏതാണോ അത് മാത്രമാണ് നമുക്ക് നമ്മുടെ മെയിൻ റൗട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്റെ വീട്ടിലുള്ളത് കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നെറ്റ്ലിങ്കിന്റെ റൗട്ടറാണ്. അത് അവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവര് നിർബന്ധിച്ചത് കൊണ്ടാണ് അവരോട് തന്നെ ആ റൗട്ടർ വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയാണ് എന്റെ വീട്ടിലെ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പൊ അതിന് റേഞ്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റേഞ്ചിനൊരു പരിമിതി ഉണ്ട്. അതിൽ കൂടുതൽ അത് റേഞ്ച് അങ്ങോട്ട് കിട്ടത്തില്ല. പിന്നെ നമ്മൾ അപ്സ്റ്റെയർ ഒക്കെ ഉള്ള വീടാണെങ്കിൽ അതിന്റെ റേഞ്ച് വളരെ മോശമായിരിക്കും. മുകളിലേക്കൊന്നും പറയുകയും വേണ്ട, മുകളിലത്തെ കാര്യമൊന്നും. പിന്നെ എന്റെ കയ്യിലുള്ളത് ഒരു D-Linkന്റെ റൗട്ടർ ഉണ്ട്, ഒരു TP-Linkന്റെ റൗട്ടർ ഉണ്ട്. അത് ഞാൻ പുറത്ത് അബ്രോഡ് ആയിരുന്നപ്പോ കൊണ്ടുവന്നതാണ്. അവിടുത്തെ വർക്ക് കഴിഞ്ഞ് ആ സമയത്ത് എന്റെ ബാഗിൽ ഞാൻ കൊണ്ടുവന്നു. വീട്ടിലെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, നെറ്റ്വർക്ക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വിചാരിച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ കരുതുന്നത് നമ്മുടെ കയ്യിൽ ഇതുപോലെ റൗട്ടർ ചിലപ്പോൾ പല ആൾക്കാരുടെ കയ്യിലുണ്ടാവും. ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിച്ച് ചിലപ്പോൾ വാങ്ങി വെച്ചവരുണ്ടാവും. അങ്ങനെ റൗട്ടർ കയ്യിലുള്ളവർക്ക് അതൊരു ആക്സസ് പോയിന്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ വീട്ടിലെ എക്സിസ്റ്റിംഗ് ആയിട്ട് റൗട്ടർ ഉണ്ടെങ്കിൽ ആ റൗട്ടറിൽ നിന്നൊരു കണക്ഷന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഉപയോഗിക്കാത്ത വെറുതെ വെച്ചിരിക്കുന്ന റൗട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്കൊരു ആക്സസ് പോയിന്റ് ആക്കി മാറ്റാം. അങ്ങനെ മാറ്റുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആക്സസ് പോയിന്റ് ആക്കി മാറ്റിയ റൗട്ടർ നമുക്ക് അപ്സ്റ്റെയർ വീടാണെങ്കിൽ മുകളിലെ റൂമിൽ കൊണ്ടുപോയിക്കാം. ഇവിടെ ജസ്റ്റ് ഒരു കണക്ഷൻ, ഒരു കേബിൾ കണക്ഷൻ കൊടുത്താൽ മതിയാവും. എന്റെ കയ്യിൽ ഒരു റൗട്ടർ ഉണ്ട്. ഇതൊരു മൾട്ടി യൂസ് റൗട്ടറാണ്. ഇത് വേണമെങ്കിൽ സിം ഇട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോഡ്ബാൻഡ് ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യാം. ഞാൻ ഈ റൗട്ടർ ഉപയോഗിക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്ന സമയത്ത്. പക്ഷെ അവർ ISP അതിന് സമ്മതിച്ചില്ല. അവർ പറഞ്ഞ അവരുടെ റൗട്ടർ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ റൗട്ടർ വെച്ചത്. ഞാൻ വിചാരിക്കുന്നത് ഈ റൗട്ടർ എനിക്ക് ആക്സസ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ആക്സസ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ കോൺഫിഗറേഷൻ ചേഞ്ചസ് ഒന്നും ഇതിൽ വരുത്താനില്ല. ചെറിയൊരു കാര്യം മാത്രം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം ജസ്റ്റ് കണക്ഷൻ കൊടുത്താൽ മാത്രം മതിയോ. അതെന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ റൗട്ടർ ഇപ്പോൾ പവറിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ഇതിലേക്ക് ഇനി കണക്ട് ചെയ്യാണ് വേണ്ടത്. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളെ വീട്ടിലുള്ള ബ്രോഡ്ബാൻഡ് റൗട്ടർ നമ്മൾ അവിടെ വെച്ചേക്കുക. അപ്പൊ നമ്മൾ പുതിയ റൗട്ടറിൽ കാര്യങ്ങൾ കോൺഫിഗർ ചെയ്ത് വെക്കാം. നമ്മൾ പുതിയ റൗട്ടർ ഇപ്പൊ കണക്ട് ചെയ്ത് പവറിൽ കണക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് ഇതിന്റെ വൈഫൈ വഴി കണക്ട് ചെയ്യാം. ഞാനിപ്പോ ഈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ റൗട്ടറിന്റെ മോഡൽ DWR 921 BDFA എന്നുള്ളതാണ്. D-Linkന്റെ റൗട്ടറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതിന്റെ വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈഫൈന്റെ ഡീറ്റെയിൽ നമുക്ക് അതിന്റെ റൗട്ടറിന്റെ പിറകിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വൈഫൈ നെയിമും പാസ്വേഡും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ ബ്രൗസർ പേജിലേക്ക് ലോഗിൻ ചെയ്യാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഈ വൈഫൈന്റെ നെയിമിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ IP അഡ്രസ് എന്ന് കാണാം. അപ്പോൾ IP അഡ്രസ് വരുന്നത് 192.168.0.50 ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ 0. സീരീസ് വരുന്നത് കൊണ്ട് എൻ്റെ റൗട്ടറിൻ്റെ IP അഡ്രസ് അധികവും 192.168.0.1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ബ്രൗസർ എടുക്കാം. ബ്രൗസറിലൊന്ന് IP അഡ്രസ് കൊടുത്ത് നോക്കാം. 192.168.0.1. ഓക്കെ, ഇപ്പം എൻ്റെ D-Linkന്റെ റൗട്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് പാസ്വേഡ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ എററാണ്. അപ്പോൾ പാസ്വേഡ് എന്തായിരിക്കും, നമുക്ക് അഡ്മിൻ തന്നെ ടൈപ്പ് ചെയ്ത് നോക്കാം പാസ്വേഡ്. ഓക്കെ, അഡ്മിൻ തന്നെ ടൈപ്പ് ചെയ്തു. D-Link റൗട്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ധാരാളം ഫീച്ചേഴ്സ് ഓപ്ഷൻസ് ഉണ്ട് ഈ റൗട്ടറിൽ. പക്ഷെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമുക്ക് ആക്സസ് പോയിന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യാം. അപ്പോൾ ആക്സസ് പോയിന്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നമ്മൾ LAN എന്ന ഓപ്ഷനിലേക്ക് വരിക. അത് എല്ലാ റൗട്ടറിലും ഉണ്ടാവും. നെറ്റ്വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ LAN എന്നായിരിക്കും. അപ്പോൾ ആ റൗട്ടറിലേക്ക് ഏത് റൗട്ടർ എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. DHCP എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റൗട്ടറിൽ നിങ്ങൾക്ക് കാണാം. ഈ റൗട്ടറിൽ വരുന്നത് LANന്റെ അണ്ടറിലായിട്ടാണ്. ഇനി വേറെ ഏതെങ്കിലും റൗട്ടർ എടുത്താൽ നെറ്റ്വർക്കിൻ്റെ അണ്ടറിലോ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. DHCP എന്നുള്ളത് കാണാൻ പറ്റും. DHCPയിൽ സെലക്ട് ചെയ്യുക.
DHCP സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എനേബിൾ DHCP സെർവർ എന്നുള്ളത് ഡിസേബിൾ ചെയ്യാണ് വേണ്ടത്. ഡിസേബിൾ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, സെറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. DHCP ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ വൈഫൈ ഉണ്ടല്ലോ, വൈഫൈ ഒന്ന് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും വൈഫൈ ഓൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഈ റൗട്ടറിലേക്ക് DWR D-Linkന്റെ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. കണക്റ്റിംഗ് എന്ന് കാണിക്കും, പക്ഷെ കണക്റ്റ് ആവില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇപ്പോൾ DHCP ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, കണക്റ്റ് ആവില്ല. ഇനി ഇത് കണക്റ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഗറേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി കണക്റ്റ് ആവുന്നത് നമ്മുടെ ബ്രോഡ്ബാൻഡ് റൗട്ടറിൽ നിന്നും ഒരു കേബിൾ എടുത്ത് ഇതിൻ്റെ ലാൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മുടെ വൈഫൈ ഇനി കണക്റ്റ് ആവത്തുള്ളൂ. ഇതിങ്ങനെ കണക്റ്റിംഗ് എന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രോഡ്ബാൻഡ് റൗട്ടർ എൻ്റെത് ഇവിടെ മുകളിലാണുള്ളത്. അപ്പോൾ ബ്രോഡ്ബാൻഡ് റൗട്ടറിൽ നിന്ന് ഒരു കണക്ഷൻ, ബ്രോഡ്ബാൻഡ് റൗട്ടറിന്റെ ലാൻ പോർട്ടിൽ നിന്ന്, ഇതുപോലെ ലാൻ പോർട്ട് ഉണ്ടാവും ബ്രോഡ്ബാൻഡ് റൗട്ടറിൽ നിന്ന്, അവിടെ നിന്ന് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ ഈ റൗട്ടർ ഇപ്പം നിങ്ങൾക്ക് അപ്സ്റ്റെയർ ആണ്, മുകളിലാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ റൗട്ടർ മുകളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം താഴെയുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ ലാൻ പോർട്ടിൽ നിന്ന്, ഏതെങ്കിലും ഒരു ലാൻ പോർട്ടിൽ നിന്ന് ഒരു നെറ്റ്വർക്ക് കണക്ഷന് മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന നമ്മുടെ ഈ റൗട്ടർ, ഇപ്പൊ കോൺഫിഗർ ചെയ്ത ഈ റൗട്ടറിന്റെ ലാൻ പോർട്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിനുശേഷം അവിടെ ഈ നെറ്റ്വർക്കിലേക്ക്, ഈ പുതിയ റൗട്ടറിന്റെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. Thank you for watching. Have a good day.